ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൽ വരുന്ന ഡേറ്റ മോഡൽസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഡേറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഡേറ്റ മോഡൽ. ഈ ഡേറ്റ മോഡൽസിലാണ് നമ്മൾ ഡേറ്റാസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും പിന്നെ ഡേറ്റാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നതും പിന്നെ അതിലുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ കൊടുക്കുന്നതെല്ലാം ഈ ഡേറ്റ മോഡലിലാണ്. നമുക്കൊരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ മോഡൽ ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ഡേറ്റാബേസ്. ഈ ഡേറ്റ മോഡൽ വെച്ചിട്ട് നമുക്ക് ഡേറ്റാബേസിൻ്റെ ഡിസൈൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അറ്റ് വേരിയസ് ലെവൽസ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടെന്ന്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ലെവലിലുള്ള ഡേറ്റാബേസിൻ്റെ ഡിസൈനിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും യൂസിങ് ദി ഡേറ്റ മോഡൽ. ആൻഡ് ഈ ഡേറ്റ മോഡൽ മൊത്തം 4 ടൈപ്സ് ആണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മൊത്തം 6 ഉണ്ട്. 6ൽ ആ 2 ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഈ 4 ടൈപ്പ് മാത്രമാണ്. ഈ 4 ടൈപ്പിൽ 2 ടൈപ്പ് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 4 ടൈപ്സിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ റിലേഷണൽ ഡേറ്റ മോഡൽ, സെക്കൻഡ് വൺ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡൽ, തേർഡ് വൺ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡേറ്റ മോഡൽ, ഫോർത്ത് വൺ ഒബ്ജക്റ്റ് ബേസ്ഡ് ഡേറ്റ മോഡൽ. ഇതാണ് 4 ടൈപ്സ് ഓഫ് ഡേറ്റ മോഡൽസ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ഇതിൽ 2 PPTs ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എൻ്റെ UG PPT, പിന്നെ ഒരെണ്ണം മിസ് ക്ലാസ് എടുക്കുമ്പോൾ യൂസ് ചെയ്ത PPT ആണ്. ഇത് രണ്ടും ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ റിലേഷണൽ മോഡൽ. ഈ റിലേഷണൽ മോഡലിൽ നമ്മൾ ഡേറ്റാസ് എല്ലാം ടേബിൾ ഫോർമാറ്റിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് EF കോഡ് ഇൻ ദ ഇയർ 1970. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന മോഡലാണ് റിലേഷണൽ മോഡൽ. ഈ റിലേഷണൽ മോഡലിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ടേബിളാണ്. ഈ റിലേഷണൽ മോഡലിൻ്റെ ബേസിക് സ്ട്രക്ചർ ടേബിളാണ്. ബിക്കോസ് ടേബിളിലാണ് നമ്മൾ ഡേറ്റാസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ ഒരു മോഡലിൽ റിലേഷണൽ, ഈ വേർഡിൻ്റെ മീനിങ് റിലേഷൻ എന്ന് പറയുമ്പോൾ അത് ടേബിളിനെയാണ് മീൻ ചെയ്യുന്നത്. റിലേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ടേബിൾ ഓർ ടേബിൾ ഇസ് ഓൾസോ നോൺ ആസ് റിലേഷൻസ്. ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ടേബിൾ എംപ്ലോയി ആണ്. എംപ്ലോയി ഒരു ടേബിളാണ്. ആൻഡ് ഇതിൽ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, സാലറി ഉണ്ട്, സാലറി, ഡി നമ്പർ, ഇങ്ങനെ കുറേ കോളംസ് ഉണ്ട്. ഈ റിലേഷണൽ മോഡലിൽ നമ്മൾ ഈ കോളത്തിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഓരോ കോളമും ഓരോ ആട്രിബ്യൂട്ട്സ് ആണ്. ഈ എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് ആണ് ഇതെല്ലാം. എഫ് നെയിം, എൽ നെയിം, സാലറി, DNO, ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. ഈ കോളം വൈസ് വരുന്നത് ആട്രിബ്യൂട്ട്സ്. ഇനി ഈ ഒരു ടേബിളിലുള്ള ഓരോ സെല്ലും ഓരോ കോളമും, ഇപ്പോൾ ഇതിലാണെങ്കിൽ ടോം ഉണ്ട്, എമി ഉണ്ട്, ഫോർഡ്, ജോൺസ്, 30,000, 32, ഇങ്ങനെ ഓരോ സെല്ലിലും ഓരോ വാല്യൂസ് ഉണ്ട്. ഈ സെല്ലിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഓരോ കുഞ്ഞു ഇതും ഓരോ കുഞ്ഞ് ബോക്സും ഫീൽഡാണ്. ദെൻ ഇനിയുള്ളതാണ് റെക്കോർഡ്. റെക്കോർഡ് എന്ന് പറയുന്നത് ഓരോ റോയിലുള്ള വാല്യൂസാണ് റെക്കോർഡ്. ഇപ്പോൾ ഈ ടേബിൾ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതിൽ ഫസ്റ്റുള്ള റെക്കോർഡാണ് ടോം, ലാസ്റ്റ് നെയിം ഫോർഡ്, സാലറി 30,000, DNO 3. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു റെക്കോർഡാണ്. ഒരാളുടെ ഡീറ്റെയിൽസാണ് ആ റോ ഫുള്ള് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ റോ വൈസ് ഉള്ളതാണ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇതൊരു റെക്കോർഡാണ്. പിന്നെ സെക്കൻഡ് ലൈൻ ഒരു റെക്കോർഡാണ്. അപ്പോൾ റോ വൈസ് ഉള്ളത് ഫുള്ളും റെക്കോർഡാണ്. കോളം വൈസ് ഉള്ളത് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ കുഞ്ഞു ബോക്സും, അതിലുള്ള ഓരോ ബോക്സും ഓരോ സെല്ലിനെയും നമ്മൾ ഫീൽഡ് എന്നാണ് പറയുന്നത്. ഇനി ഉള്ളതാണ് ടപ്പിൾ. ടപ്പിൾ ഇസ് നത്തിങ് ബട്ട് ദ റെക്കോർഡ്. റെക്കോർഡിനെയാണ് നമ്മൾ ടപ്പിൾ എന്നും പറയുന്നത്. ടപ്പിൾ റെക്കോർഡ് സെയിം ആണ്. അപ്പോൾ റിലേഷണൽ മോഡലിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ആണ് ആട്രിബ്യൂട്ട്, ഫീൽഡ്, റെക്കോർഡ്, പിന്നെ ടപ്പിൾ. ആൻഡ് റിലേഷണൽ മോഡലിൽ നമ്മൾ ടേബിൾ ഫോർമാറ്റിലാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ള മോഡലാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഓർ ER മോഡൽ. ERൻ്റെ ഫുൾ ഫോമാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ്. ഈ മോഡലിൽ നമ്മൾ എല്ലാത്തിനെയും ഓരോ ഒബ്ജക്റ്റിനെയും എൻറ്റിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം. അതിനെ എൻറ്റിറ്റി ആയിട്ടും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിനുള്ള ഫീച്ചേഴ്സ് ഓർ പ്രോപ്പർട്ടീസാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ER മോഡലിൽ ഒരു ഒബ്ജക്റ്റിനെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഒബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻറ്റു ആട്രിബ്യൂട്ട്സ്. ഒരു ഒബ്ജക്റ്റിനെ എൻറ്റിറ്റി ആയിട്ടും ഡിവൈഡ് ചെയ്യും. ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടും മാർക്ക് ചെയ്യും ER മോഡലിൽ.
ആൻഡ് ഇതിൽ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിനെ നമ്മൾ റിലേഷൻഷിപ്സ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യും. ഇപ്പോൾ മോർ ദാൻ വൺ എൻറ്റിറ്റീസ് കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്, ടീച്ചേഴ്സ് ഒരു എൻറ്റിറ്റിയാണ്. ഇവർ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് സബ്ജക്റ്റ്, ഒരു കോഴ്സാണ് സ്റ്റുഡൻറ്റിനെയും ടീച്ചേഴ്സിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എടുക്കുക. അപ്പോൾ സ്റ്റുഡൻ്റ് ഒരു എൻറ്റിറ്റിയാണ്, ടീച്ചേഴ്സ് ഒരു എൻറ്റിറ്റിയാണ്. ഈ രണ്ട് എൻറ്റിറ്റിയെ നമ്മൾ കോഴ്സ് എന്നൊരു റിലേഷൻ വെച്ച് റിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ER മോഡലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസിനെ റിലേഷൻഷിപ്പ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ER മോഡലിൽ നമ്മൾ റിലേഷൻസ് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് പിക്ടോറിയൽ ഫോമിലായിരിക്കും. ER മോഡലിൽ നമ്മളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് പിക്ടോറിയൽ ഫോമിലായിരിക്കും. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു നല്ല ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് പിക്ടോറിയൽ ഫോമിലായതുകൊണ്ട് കാണുന്ന എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ദെൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു സ്കൂൾ ഡേറ്റാബേസ് എടുക്കാം. ഒരു ഡേറ്റാബേസ് ഉണ്ട്, അതിൻ്റെ പേര് സ്കൂളാണ്. സ്കൂൾ ഡേറ്റാബേസ് ആണെങ്കിൽ അതിൽ സ്റ്റുഡൻസ് കാണും, ടീച്ചേഴ്സ് കാണും, എക്സെട്ര ഫാക്കൽറ്റീസ് എല്ലാം കാണും. അപ്പോൾ ഇതിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. ആൻഡ് ഈ എൻറ്റിറ്റിക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ ഏജ്, അവരുടെ അഡ്രസ്സ്, റോൾ നമ്പർ, ഇതൊക്കെ സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആട്രിബ്യൂട്ട്സ് ആയിട്ട് എടുക്കാം. സോ ഇങ്ങനെയാണ് ER മോഡലിൽ നമ്മൾ എല്ലാം കൺസിഡർ ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിനെ എൻറ്റിറ്റി ആയിട്ട് എടുക്കും, ആൻഡ് അതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസിനെ നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് എടുക്കും. ആൻഡ് ഇതിൽ ER മോഡലിൽ ഡയഗ്രാം വരയ്ക്കുന്നതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ ഉണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് അതൊക്കെ ഇതിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റുഡൻറ്റ് എന്നൊരു എൻറ്റിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഡയഗ്രാമിൽ ഈ സ്റ്റുഡൻറ്റിന് ID ഉണ്ട്, ഏജ് ഉണ്ട്, പേരുണ്ട്, അഡ്രസ്സുണ്ട്. ഇതൊക്കെ സ്റ്റുഡൻറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിലിപ്പോൾ നമ്മൾ ഒരു എൻറ്റിറ്റി, ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ റെക്റ്റാങ്കിൾ സിമ്പിൾ യൂസ് ചെയ്യും. ആൻഡ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവൽ ഷേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ER ഡയഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ് റെക്റ്റാങ്കിൾ, എലിപ്സ്, ഡയമണ്ട്, ഡബിൾ എലിപ്സ്, ഡബിൾ റെക്റ്റാങ്കിൾ, എക്സെട്ര. ഇതിൽ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ എൻറ്റിറ്റി ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് എലിപ്സ് ഓവൽ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഡയമണ്ട് ഷേപ്പ് നമ്മൾ റിലേഷൻഷിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലൈൻസ് എന്ന് പറയുന്നത് എൻറ്റിറ്റിനെയും എൻറ്റിറ്റി സെറ്റ്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു കണക്ഷൻ ലൈൻ പോലെയാണ് നമ്മൾ ഈ ലൈൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡബിൾ എലിപ്സ് ഉണ്ട്. ഡബിൾ എലിപ്സ് മീനിങ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോൺ നമ്പർ എടുക്കാം. ഒരു സ്റ്റുഡൻറ്റിന് തന്നെ 2 നമ്പേഴ്സൊക്കെ കാണാം. അപ്പോൾ അതൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ മൾട്ടി വാല്യൂസ് ഉള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഡബിൾ എലിപ്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഡബിൾ റെക്റ്റാങ്കിൾ ഉണ്ട്. ഡബിൾ റെക്റ്റാങ്കിൾ നമ്മൾ വീക്ക് എൻറ്റിറ്റീനെയാണ് ഡബിൾ റെക്റ്റാങ്കിൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ER ഡയഗ്രാം സിമ്പിൾസ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കമ്മിങ് വീഡിയോസിൽ കാണാം. നെക്സ്റ്റ് ഉള്ള ടൈപ്പാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ്. ഇത് ആക്ച്വലി ER മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇതിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ ഈ ഒരു ഡേറ്റാബേസിന് കൊടുക്കുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ്. ഇതിൽ ഒബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, മെത്തേഡ്സ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ ഊപ്സിലുള്ള എല്ലാ കോൺസെപ്റ്റും തന്നെ നമ്മൾ ഡേറ്റാബേസിന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഡേറ്റാസിനെ എല്ലാം ഒബ്ജക്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റെ ഉണ്ടായ ആട്രിബ്യൂട്ട്സ് കാണും, മെത്തേഡ്സ് എല്ലാം കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പേഴ്സൺ ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോ പേഴ്സണിനും അവരുടേതായ നെയിം കാണും, അവരുടെ ഏജ്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇങ്ങനെ ഓരോ പേഴ്സൻ്റെയും ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ഈ ഡേറ്റാസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേഴ്സൺ ടേബിളിൽ ഒരു പേഴ്സൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഒബ്ജക്റ്റാണ്. ആ പേഴ്സൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ്, മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു ഊപ്സിലുള്ള എല്ലാ കോൺസെപ്റ്റും തന്നെ ഡേറ്റാബേസിന് അപ്ലൈ ചെയ്യാൻ. അതുപോലെ ഇൻഹെറിറ്റൻസ് ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാർ ആൻഡ് കമ്പനി. ഇപ്പോൾ കാർ എടുക്കുമ്പോൾ എല്ലാ കാറിനും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണും ആൻഡ് കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ കാണും. അപ്പോൾ ഈ കാറിനെ നമുക്ക് പാരൻറ്റ് ക്ലാസ് ആയിട്ട് എടുക്കാം. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഡിഫറെൻറ്റ് കമ്പനീസ് അവരുടേതായ ബ്രാൻഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാർ എന്ന് പറയുന്നത് പാരൻറ്റ് ക്ലാസ് ആയിട്ട് എടുക്കാം. ആൻഡ് ഈ കമ്പനി എന്ന് പറയുന്നത് നമുക്ക് ചൈൽഡ് ക്ലാസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ കമ്പനി ക്ലാസ്സിൽ ഈ പാരൻറ്റ് ക്ലാസ്സിലുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വരും. അപ്പോൾ ഇതാണ് ഇൻഹെറിറ്റൻസ് ഒരു എക്സാമ്പിൾ ഇൻ ഡേറ്റ മോഡൽ. ഇതേപോലെ എല്ലാ പ്രോപ്പർട്ടീസും ഊപ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡലിൽ എടുക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഉള്ള മോഡലാണ് സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡൽ. നമ്മൾ ഇതുവരെ പഠിച്ചത് സ്ട്രക്ചേർഡ് ഡേറ്റ മോഡൽസ് ആയിരുന്നു. അതിനൊക്കെ ഒരു സ്കീമ ഉണ്ട്, പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചറൊക്കെ ഉണ്ട്. പക്ഷേ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡലിൽ അങ്ങനെ ഒരു സ്ട്രക്ചറും ഇല്ല, ഒരു സ്കീമ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡലിൽ ഡേറ്റാസിനെ നമ്മൾ ഹൈറാർക്കി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹൈറാർക്കി ഓഫ് നോഡ്സ് ആൻഡ് എഡ്ജസ്. ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബുക്കിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഇതിൽ ബുക്കിൻ്റെ ഒരു സെമി സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷനാണ്. ഇത് ബുക്കിൻ്റെ ഇൻഫർമേഷനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ബുക്കിൻ്റെ ഇൻഫർമേഷനാണ് റൂട്ടായിട്ട് വരുന്നത്. ബുക്കിൻ്റെ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ അതിൽ ഓത്തറിൻ്റെ ഇൻഫർമേഷൻ വരാം, ടൈറ്റിൽ വരാം, ഏത് ഇയറിലാണ് അത് റിലീസ് ചെയ്തത്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് വരാം. അപ്പോൾ ഇൻഫർമേഷൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 നോട്ട്സ് ആണുള്ളത്: ഓത്തർ, ടൈറ്റിൽ, ഇയർ. ഇതിനെ എഡ്ജസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി ഓത്തർ എടുക്കുമ്പോൾ ഓത്തറിൻ്റെ നെയിം, ഫസ്റ്റ് നെയിം വരാം, ലാസ്റ്റ് നെയിം വരാം. പിന്നെ ടൈറ്റിൽ എടുക്കുമ്പോൾ ബുക്കിൻ്റെ ടൈറ്റിൽ ഏതാണെന്ന് വരാം. പിന്നെ ഇയർ റിലീസ് ചെയ്ത ഇയറൊക്കെ വരാം. അപ്പോൾ ഇതാണ് സെമി സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിൾ. ഇങ്ങനെയാണ് ഹൈറാർക്കി ഓഫ് നോട്ട്സ് ആൻഡ് എഡ്ജസ് ആയിട്ടാണ് നമ്മൾ സെമി സ്ട്രക്ചേർഡ് ഡേറ്റ മോഡലിൽ ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഈ സെമി സ്ട്രക്ചേർഡ് ഡേറ്റാസിനെ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. HTML, XML, JSON ഫയൽസ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോമാറ്റ്സിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ പറഞ്ഞതുപോലെ സ്ട്രക്ചേർഡ് ഡേറ്റ മോഡലിലുള്ളതുപോലെ സ്ട്രിക്റ്റ് സ്കീമ ഓർ പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചറൊന്നുമില്ല. സോ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദ ഡേറ്റ ക്യാൻ ബി മോഡിഫൈഡ് ഓർ അപ്ഡേറ്റഡ് വിത്തൗട്ട് റിക്വയറിങ് എക്സ്റ്റെൻസീവ് ചേഞ്ചസ് ടു ദ അണ്ടർലൈങ് ഡേറ്റ മോഡൽ. ഇനി ഈ സെമി സ്ട്രക്ചേർഡ് ഡേറ്റാസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതിലുള്ള ഡേറ്റാസ് നമ്മൾ നോർമലി ഡേറ്റാ ബേസിൽ റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിൽ അങ്ങനെ ഒന്നും ഇല്ല. ഡേറ്റാസ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ് ആസ് ഇൻ ദ ഡേറ്റാ ബേസസ്. ഡേറ്റാസ് ഗ്രൂപ്പ് ചെയ്യാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ടാഗ്സ്, എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് സിമിലർ ആയിട്ടുള്ള എൻറ്റിറ്റീസിനെയൊക്കെ ഒരുമിച്ചാണ് ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഹൈറാർക്കി. ഒരേ ഗ്രൂപ്പിലുള്ള എൻറ്റിറ്റീസ് ചിലപ്പോൾ സെയിം ആട്രിബ്യൂട്ട്സ്, പ്രോപ്പർട്ടീസൊക്കെ ഷെയർ ചെയ്യാം, ചിലപ്പോൾ സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് കാണത്തില്ലായിരിക്കും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ സഫീഷ്യൻറ്റ് മെറ്റാ ഡേറ്റ വിച്ച് മേക്സ് ഓട്ടോമേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഡേറ്റ ഡിഫിക്കൾട്ട്. And because of the lack of well-defined structure, it cannot used by computer programs easily. ഇതൊക്കെയാണ് സെമി സ്ട്രക്ചർ ഡേറ്റ മോഡലിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേറ്റ മോഡൽസ്. ഇതിൻ്റെ 2 PPTയും ഞാൻ പീക്ടെയിൽ ലേണേഴ്സിൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. താങ്ക്